അല്ല ഷഹിദേ, നമ്മൾ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പേജിലെന്താ ഇത്രയും വലിയ പൊങ്കാല? എന്തൊരു എതിർപ്പാടോ ഇത്! എന്തോ ഒന്ന് ചീഞ്ഞു നടന്നുണ്ടല്ലോ ചേട്ടാ. അതിൽ എനിക്കും നല്ല മണം അടിക്കുന്നുണ്ട്. കാരണം ഈ കോൺഗ്രസിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള വലിയ ആക്രമണമാണ് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് മുമ്പിൽ ലീഗ് കീഴടങ്ങി, നേതാക്കന്മാരൊന്നിനും കൊള്ളില്ല, എന്തിന് LDF CPIക്ക് 4 സീറ്റ് കൊടുക്കുന്നില്ല എന്ന് വരെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മുൻകാലത്തില്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിനിപ്പം അത്രയും വലിയ കാര്യം എന്താ? 3-ാം സീറ്റ് കൊടുക്കാൻ കഴിയില്ല, പകരം ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ഫോർമുല നേരത്തെ ഉണ്ടാക്കിയത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കോലാഹലം? അതാണിപ്പോൾ വരുന്ന ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം. അതായത് എന്തിനിങ്ങനെ ഒരു സസ്പെൻസ് അവസാനം വരെ നിലനിർത്തി എന്നുള്ള കാര്യം. ഈ കോൺഗ്രസ്സിന് വോട്ടില്ല എന്ന് വരെ ലീഗ് പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുവരെ എത്തി കാര്യങ്ങൾ. അല്ല, അതല്ല, ഈ കിട്ടൂല എന്ന് ഉറപ്പുള്ള ഒരു സീറ്റിന് വേണ്ടി എന്തിനാണ് ഇത്രയും വലിയ കോലാഹലം? ഇതിൻ്റെ പിറകിൽ എന്തോ ഗൂഢ താല്പര്യമുണ്ട് എന്നൊക്കെ ഈ പേജിൻ്റെ അകത്തുണ്ട്. അതായത് ലീഗിനെ ഇടതുപാളയത്തിൽ എത്തിക്കാൻ വേണ്ടി നടക്കുന്ന കുറച്ച് നേതാക്കന്മാരുണ്ടല്ലോ, നമുക്കറിയാലോ. അവർ ഇതിനൊരു അവസരമാക്കി എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നൊരു സംശയം. ലീഗിനെ LDFൽ എത്തിക്കുന്നതിന് അണികളായിരുന്നു ഏറ്റവും വലിയ എതിർപ്പായിട്ടുണ്ടായിരുന്നത്. ഇതേ അണികളാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? കോൺഗ്രസിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു, പകരം LDFൽ ചെന്നാൽ മാന്യമായ അത് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ലീഗിനെ ഇടതുപാളയത്തിൽ കൊണ്ടുപോകുന്നതിനുള്ള എതിർപ്പ് കുറഞ്ഞു വരുന്നു എന്നർത്ഥം. മാത്രമല്ല, നമ്മുടെ ജയരാജൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ടല്ലോ. മുസ്ലിം ലീഗ് വലിയ പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിട്ടുള്ളത്. 2 സീറ്റാണ് അവർക്ക് ഇപ്പോൾ നിലവിലുള്ളത് പാർലമെൻറ്റിൽ. ഒരു സീറ്റ് കൂടി അവർക്ക്, ചുരുങ്ങിയതൊരു സീറ്റെങ്കിലും മത്സരിക്കാൻ ഞങ്ങൾക്ക് ലഭ്യമാക്കണം എന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കോൺഗ്രസ് അത് പൂർണ്ണമായി നിരസിക്കുകയാണ് ചെയ്തത്. നിരസിക്കുക മാത്രമല്ല, ഇപ്പോൾ യഥാർത്ഥത്തിൽ അവരെ പരിഹസിക്കുകയും കൂടി ചെയ്യുകയാണ്. ഈ എതിർപ്പ് കുറയുകയാണോ അതല്ല ചില നേതാക്കന്മാർ ഇടപെട്ട് അത് കുറയ്ക്കുകയാണോ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഏതായാലും ഈ പാലം പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, എന്തിനു പാലാക്കുന്നത്? ഒരു കോടി തന്നെ പണിതോട്ടെ.